ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഡേറ്റ് നവംബർ 10. ഇതുവരെ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് ഉള്ളത്, ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. കാരണം ഒരു ഫോറക്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോർട്ട് റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഇതുവരെയും ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. റൈറ്റ്. അപ്പം സ്ട്രോങ് അപ്സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നൊരു ബുള്ളിഷ് വ്യൂ ആണ് ഉണ്ടായിരുന്നത്. ബട്ട് നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം കഴിഞ്ഞ ദിവസം ഒരു 800+ പോയിന്റ് ഓൾറെഡി മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഒരു കാര്യം. പിന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിക്കൽ ലെവലായ 58,000 ലെവലിൻ്റെ അടുത്താണ്. അവിടെ കഴിഞ്ഞ ദിവസം ഏകദേശം 2 തവണ റെസിസ്റ്റൻസ് എടുത്തായിട്ട് കാണാം. ഫസ്റ്റ് ടൈം എടുത്തു, രണ്ടാമത് ഇവിടെ എടുത്തു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഏകദേശം ആ ഒരു ലെവൽ തന്നെയാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് ഇവിടെ താഴോട്ട് പോകാം, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകാം. ഒരു 50% ചാൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രേഡ് എടുക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ എന്തായാലും പേഷ്യൻസ്ലി വെയിറ്റ് ചെയ്യുവാണ്. നിഫ്റ്റി നോക്കുവാണെങ്കിൽ ചെറിയൊരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് ഹയർ ഹൈ ഫോർമേഷൻ തരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ട്രേഡ് എന്തായാലും എടുക്കുന്നില്ല. ട്രേഡ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റും ഒരു ഗെയിൻ സ്ട്രെങ്ത്തും മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞു. സ്റ്റിൽ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ ഒരു സ്ട്രെങ്ത്തോ മൊമെൻറ്റോ ഒന്നും കാണിക്കുന്നില്ല. ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷേ അത് ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റിയിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട്, ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. റൈറ്റ്. ആൻഡ് അപ്പം നിങ്ങൾക്കറിയാവുന്നല്ലോ, ഞാൻ എപ്പോഴും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ട്രേഡുകൾ കൂടുതലും 12 മണിക്കുള്ളിൽ എൻട്രി ആണെങ്കിൽ എക്സിറ്റ് ആണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 11:30 ആവാനായിട്ടുണ്ട്. സോ ഇന്ന് ട്രേഡ് എന്തായാലും ഇനി പ്ലാൻ ചെയ്യുന്നില്ല. ഇതുവരെയും ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല. ബെറ്റർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. സോ അപ്പോൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ലൈവ് ട്രേഡിംഗ് വീഡിയോ ചെയ്യുന്നത്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് ഞാൻ എടുക്കുകയാണ്. ഞാൻ എന്തായാലും ട്രേഡ് ചെയ്യും, ട്രേഡ് ചെയ്യില്ലെന്നല്ല, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ ഒരു ബ്രേക്ക് എടുക്കുകയാണ്. കാരണം ഒരു ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോ സീരീസ്, ഒരു മിനി സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നെക്സ്റ്റ് ഈ ഒരു മന്ത്, ഒരു 20 days ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ എല്ലാ ട്രേഡുകളും ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഒരു 40 ദിവസത്തെ ട്രേഡുകൾ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും കൺസിസ്റ്റൻസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ആൻഡ് ലാസ്റ്റ് ഒരു 5 days നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്. സോ ഇനി അടുത്ത ബ്രേക്ക് ഔട്ട് നോക്കും, പിന്നെ വീണ്ടും അപ്സൈഡിലോട്ട് പോകും. നമ്മുടെ ചാർട്ട് പോലെ തന്നെ. ഓക്കെ. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോസ് ഒഴിച്ച്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ആവറേജ് പോയിന്റ് പ്രോഫിറ്റ് വരുന്ന സമയത്ത് 80 പോയിന്റ്, ആവറേജ് ലോസ് എക്സാക്ട് ഒരു 1:2 തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് റെഫറൻസിനായിട്ടും എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഡെഫിനറ്റ്ലി തിരിച്ചു വരും. ഈ ഒരു ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോ സീരീസ് കഴിഞ്ഞ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നാളുകളായിട്ട് അതിൻ്റെ പുറകിലാണ്. ഫോറക്സ് ആൻഡ് ക്രിപ്റ്റോൻ്റെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.